ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പം നമ്മുടെ പ്രകൃതിയുടെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹെയർ കെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. 200 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഹെയർ കെയർ ഓയിലിന് ആവശ്യമുള്ള മരുന്നുകൾ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് നമ്മുടെ മരുന്നുകൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചിയും സുമി ചേച്ചിയും ഞാനും ഒക്കെ അങ്ങനെ ഭയങ്കര നടത്തത്തിലാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞക്കരിച്ചിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ചാടി കയറി എല്ലാവരും കൂടി പറിച്ചിട്ട് എടുക്കുകയാണ്. ഇത് നമ്മുടെ ഹെയർ കെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് കൂടാതെ 10-30ഓളം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഹെയർ കെയർ ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സൈഡിൽ ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെയിം സാധനം തന്നെ നമ്മുടെ മഞ്ഞക്കരിച്ചിലാങ്കണ്ണി. അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള മരുന്ന് അത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത മരുന്നുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ചേച്ചിയൊക്കെ ഭയങ്കര ധൃതിയിൽ പോവാണ്. മഴ ആയതുകൊണ്ട് മഴ ഇപ്പോൾ പെയ്യുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞങ്ങൾ. അപ്പോൾ അതിനാഴ്ച വേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ തേടി നടന്നിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കൈതോന്നി കേട്ടോ. കഞ്ഞുണ്ണി എന്നാവും നമ്മുടെ നാട്ടിൽ മലപ്പുറം ഇതിന് കഞ്ഞുണ്ണി എന്നാണ് പറയുക. കൈതോന്നിന്ന് ഇതിന് മറ്റൊരു പേര് വരുന്നത്. അങ്ങനെ നമ്മൾ അത് പറിച്ച് പിന്നെ പോയോണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെയ്തത്. ചെറുതായിട്ട് ചാറി തുടങ്ങിയതായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലൊരു മഴ തന്നെ പെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്, റെയിൻകോട്ട് കൊടയൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് അടുത്തത് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് മഴ വെയിൽ എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ കണ്ടല്ലോ ചേച്ചിൻ്റെ കയ്യിൽ കണ്ടല്ലോ, ഇതാണ് പൂവാങ്കുറുന്നില കേട്ടോ. അപ്പോൾ നല്ല വെള്ളം, തെളിഞ്ഞ വെള്ളം, നല്ല മഴ, കാര്യങ്ങളൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ ഹെയർ കെയർ ഓയിലിന് വേണ്ടിയിട്ടുള്ള അധിക ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതുപോലെ തന്നെ പാടത്തുനിന്ന് പറമ്പെന്നൊക്കെ നടന്ന് ശേഖരിച്ചിട്ട് എടുക്കുന്നതാണ്. പിന്നെ കുറച്ച് അങ്ങാടി മരുന്നുകളും നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കണം. അത്യാവശ്യം മഴ കാര്യങ്ങളൊക്കെ ചോർന്നിട്ടുണ്ട്. കണ്ടല്ലോ, ചാക്കിലും കവറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് അത് കൊണ്ടുപോവുകയാണ് കേട്ടോ. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് നമ്മൾ പറിച്ചു വെച്ചതുകൊണ്ട് അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് നമ്മുടെ മരുന്നുകളൊക്കെ. പറഞ്ഞു തന്ന കുറച്ച് മരുന്നുകളുണ്ട്. പിന്നെ നമ്മൾ പറിച്ചു വെച്ച മരുന്നുകളാണ് ഈ ചാക്കിൽ കൊണ്ടുവന്നിട്ട് ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഇനി അടുത്ത മരുന്നിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് നിങ്ങൾ കാണുന്നത്. ഈ കടയിൽ നമ്മൾ ഏൽപ്പിച്ചതാണ്. അവർ വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന നല്ല നാടൻ കറ്റാവാഴ, കറിവേപ്പില തുടങ്ങിയിട്ടുള്ള മരുന്നുകൾ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഇത് നമ്മൾ അതിൽ ചേർക്കുന്ന അങ്ങാടി മരുന്നുകൾ അവർ നമുക്ക് പൊടിച്ചിട്ട് തരികയാണ് കേട്ടോ. അപ്പോൾ ഈ ചാക്കിൽ കാണുന്നതൊക്കെ നമ്മുടെ മരുന്നുകളാണ്. നെല്ലിക്ക, കറിവേപ്പിലൊക്കെ കണ്ടില്ല, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതാ അവിടുത്തെ കാക്കുമാർ നമുക്ക് വേണ്ടതൊക്കെ നമ്മളെ ഓട്ടോയിൽ കയറ്റി തരികയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് നമ്മളും അവരൊക്കെ കൂടി അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പറിച്ചിട്ട്. പിന്നെ ബാക്കിയുള്ളത് ഇതാ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മരുന്നുകളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മരുന്നുകളൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കൊണ്ടുവന്നതൊക്കെ നമുക്കിനി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് പ്രാവശ്യം നമ്മളിത് കഴുകിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ മരുന്നുകളും നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മിയാണ്. അപ്പോൾ ഓരോന്ന് കഴുകി വെച്ചു. അടുത്തത് നമ്മൾ കറിവേപ്പില കഴുകുകയാണ്. അങ്ങനെ കറിവേപ്പില നമ്മൾ കഴുകിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ മൈലാഞ്ചി കഴുകുകയാണ്. മൈലാഞ്ചി നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ ഇനി അടുത്തത് തുളസി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുളസി നന്നായിട്ട് കഴുകുന്നുണ്ട്. നന്നായിട്ട് അതിലെ മണ്ണും ചളിയൊക്കെ നമ്മൾ കളഞ്ഞെടുക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഞങ്ങളെല്ലാവരും വന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് എടുക്കുന്ന പനിക്കൂർക്ക നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൃഷ്ണ തുളസിയാണ് നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒട്ടുമിക്ക ചെടികളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കീഴാനെല്ല് പോലുള്ളവയൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറ്റാർവാഴ, കറ്റാർവാഴ നല്ല നാടൻ കറ്റാർവാഴ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. അപ്പം ഞാനും താത്തയും കൂടിയിട്ട് നമ്മൾ കറ്റാർവാഴ ലീഫായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 200 ലിറ്ററാണ് നമ്മൾ കാച്ചാൻ വേണ്ടിയിട്ട് പോകുന്നത്. കറ്റാർവാഴ നമ്മൾ ഇതിന് മുന്നേ
കുറച്ച് നമ്മൾ കറ്റാർവാഴ ഒരു കുട്ടി കൊണ്ടുവന്ന് തന്നപ്പോൾ നമ്മളപ്പോൾ അതിൻ്റെ എസെൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പൾപ്പായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 200 ലിറ്റർക്ക് വേണ്ടത് നമുക്ക് വേണം. അത്യാവശ്യം നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചതുണ്ട്. പിന്നെ നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്നതും പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് എടുത്തിട്ടുള്ള കറ്റാർവാഴകളാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. കറ്റാർവാഴയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ മരുന്നുകളും കഴുകി വൃത്തിയാക്കി നമ്മൾ വിരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത്രയും അധികം മരുന്നുകൾ ചേർത്തിട്ടാണ് നമ്മുടെ ഹെയർ കെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ ഓരോ മരുന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നെല്ലിക്ക, മൈലാഞ്ചി, കറ്റാർവാഴ, പിന്നെ നീലാംബരി അങ്ങനെ തുടങ്ങിയിട്ടുള്ള 10-30ഓളം മരുന്നുകൾ ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത്ര അധികം മരുന്നുകളാണ് വരുന്നത്. പിന്നെ ഞാൻ ഈ എടുക്കുന്നത് കാണുന്നില്ല, ഇതാണ് വെള്ളക്കുന്നി കേട്ടോ. പിന്നെ ഇത് അഞ്ചനക്കല്ല്, വെള്ളക്കുന്നി, പിന്നെ നമ്മുടെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ആ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ തകൃതിയായി തുടർന്നുകൊണ്ടിരിക്കണം നമ്മുടെ പണി. ചേച്ചി ഞാനും ഉമ്മയൊക്കെ കൂടിയിട്ട് എല്ലാ മരുന്നുകളും നമ്മൾ ലീഫ് നമ്മൾ അതിന്ന് പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളതിനി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് നല്ല അരിയല്ലാണ്. ഇത് കഴിയുമ്പോൾ തന്നെ ഇനി ഏകദേശം നല്ല ടൈം എടുക്കും. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, ഒരാഴ്ച നീളുന്ന പ്രക്രിയയാണ് കേട്ടോ നമ്മളുടെ പാടത്തുനിന്ന് ശേഖരിക്കുക. നിങ്ങളിപ്പോൾ കണ്ടത് കുറച്ച് ഭാഗം മാത്രമാണ്, നമ്മൾ അതിനു മുമ്പ് ശേഖരിച്ച് വെച്ചതുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടത് കുറച്ച് ഭാഗം മാത്രമാണ്. അങ്ങനെ പുലരുവോളം നമ്മൾ അത് അരിയുന്ന പണിയിലായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ ഇടിക്കൽ തുടങ്ങി. നമ്മൾ ഉരലിലിട്ടിട്ട് നമ്മുടെ നെല്ലിക്ക സംഭവങ്ങളൊക്കെ നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനും ചേച്ചിയും എല്ലാവരും മാറി അത് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചതച്ച് ഓരോന്നും അരിഞ്ഞ് വെച്ചത് നമ്മൾ പിന്നെ അരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉപ്പൊരു ഭാഗത്ത്. അങ്ങനെ ഓരോ ഇതും നമ്മൾ മിക്സാക്കിയിട്ട് ഓരോന്നും നമ്മൾ അരച്ച് ഒരുപാട് സമയം എടുക്കും കേട്ടോ. അത് അരച്ച് അതിൻ്റെ നമ്മൾ വിചാരിച്ച ആ രൂപത്തിലായി അരപ്പാവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്ത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടിക്കലും ചതക്കലൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ ചെമ്പും കാര്യങ്ങളും ഒരുക്കി വെക്കുകയാണ്. ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം വിശ്രമിച്ചോട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ കുറച്ച് നേരം തുടങ്ങി. അങ്ങനെ നമ്മൾ കൈമാറിയിട്ടാണ് നമ്മൾ ഓരോ പണികളും ചെയ്യുന്നത്. ഒരാളെ കൊണ്ട് ഒരിക്കലും ഇത് നടത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നായി അങ്ങനെ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ അടിച്ചെടുത്തിട്ടുള്ള മരുന്നുകൾ നമ്മൾ നമ്മുടെ ഉരുളിയിലോട്ട് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചത് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഇടിച്ച് ചതച്ച് പരിവാക്കി എടുത്തിട്ടുള്ള നമ്മുടെ നെല്ലിക്ക നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പരിവായിട്ടുണ്ട്. അത് ഇടിച്ച് ചതച്ച് വെച്ചത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി അതിൽ കിടന്നിട്ട് തിളച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഇത് എത്രത്തോളം ഇത് ഇനി അതിൽ പാകപ്പെട്ട് വരാനുണ്ടെന്ന്. അപ്പം നമ്മൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ കറ്റാർവാഴ അരിഞ്ഞ് അത് പരിവാക്കി എടുക്കുന്നത് കേട്ടോ. അത് പിന്നെ നമ്മൾ ഇടിക്കല്ലിൽ ഇടിച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങളൊന്ന് നമ്മൾ റിവ്യൂസ് കേട്ട് നോക്കൂ കേട്ടോ. മെയിലാണ് യൂസ് ചെയ്യൽ തുടങ്ങി. ഈ കഴിഞ്ഞല്ല, അതിൻ്റെ മുന്നത്തെ ഒരു വർഷമായി. അപ്പോൾ എനിക്ക് നല്ല മുടി കൊഴിച്ചിലും കാര്യമൊക്കെ ഉണ്ടായി. മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം നിന്നാണ്. അതുപോലെ മുടി എല്ലാം ഉള്ളുണ്ടായിരുന്നു. നല്ല മാറ്റമുണ്ട്. ഞാൻ 4 മാസമായി ഹെയർ ഓയിൽ യൂസ് ജനുവരി 21 അങ്ങനെയൊന്നാണ് ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ ഞാൻ തുടങ്ങിയത്. അന്നുള്ള ഫോട്ടോ ആണിത്. അന്നെടുത്തൊരു ഫോട്ടോ ആണ്. ഷാമ്പു തേച്ചിട്ട് അവിടെ ആ ഭാഗത്ത് മുടിയൊക്കെ പോയി പോവാണ്. ഇപ്പം അൽഹംദുലില്ലാ അപ്പം 3-4 മാസം യൂസ് ചെയ്തതുകൊണ്ട് ഇപ്പം ആ ഭാഗത്തൊക്കെ മുടി ഇങ്ങനെ കുറേയൊക്കെ വന്ന് തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇപ്പോഴുള്ള ഫോട്ടോ ഞാൻ വിട്ടുതരാം. മുടി കൊഴിച്ചിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തലവേദന നല്ല മരുന്ന്, എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നല്ലപോലെ പറയുന്നുണ്ട് തലവേദനയൊക്കെ. മുടിക്ക് മൊത്തത്തിൽ ബലം വന്നവരുണ്ട്. പിന്നെ താരനും പരിപാടിയൊന്നും ഇല്ല, അതൊക്കെ പോയി. അപ്പോൾ ഒരാഴ്ച നീളുന്ന പ്രക്രിയയാണ് കേട്ടോ നിങ്ങൾ ഈ 9 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ഓയിലിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഇത് നമ്മൾ താരന്, അകാലനര, മുടി കൊഴിച്ചിൽ, ഉറക്കമില്ലായ്മ, മൈഗ്രെയിന് തുടങ്ങിയിട്ടുള്ള തലക്ക് മുടിക്ക് ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.